തിരുവനന്തപുരത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. കാരക്കാമണ്ഡപത്ത് പശുക്കുട്ടിയെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. മേലേപ്ലാവിള വീട്ടിൽ രാജമ്മയുടെ പശുക്കുട്ടിയെയാണ് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നാണ് പരാതി. ഞങ്ങൾ കഴിഞ്ഞ 30-35 വർഷമായിട്ട് പശുവിനെ വളർത്തുന്നവരാണ്. ഞങ്ങളുടെ ഉപജീവന മാർഗമേ പശുവാണ്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു പശുക്കന്നിനെ 20ഓളം പട്ടികൾ ചേർന്ന് കടിച്ച് നാമാവിശേഷമാക്കി കൊന്നു കഴിഞ്ഞു. ഞങ്ങളുടെ ജീവിത മാർഗമേ പശു പാലും ആയിട്ടാണ് ഞങ്ങളുടെ ജീവിതം. അപ്പോൾ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം മാറ്റിത്തരാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തേ പറ്റുള്ളൂ. വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ തെരുവുനായ ആക്രമണം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ? ഇത് തിരുവനന്തപുരത്ത് കാരക്കാമണ്ഡപത്തിന് സമീപത്താണ് ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം ഉണ്ടായത്. പശുക്കുട്ടിയെ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കുട്ടിയെ കൂട്ടമായിട്ട് 20-ലധികം വരുന്ന തെരുവുനായകൾ കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരക്കാമണ്ഡപത്തിന് സമീപത്തെ രാജമ്മയുടെ വീട്ടിലെ പശുക്കുട്ടിയാണ് ഇത്തരത്തിൽ തെരുവുനായ കഴിച്ചുകൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പുലർച്ചയോടുകൂടി ഇവർ വീട്ടിൽ എത്തി നോക്കുമ്പോഴാണ് ഈ അതായത് തൊഴുത്തിൽ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ പശുക്കുട്ടിയെ കടിച്ച് കൊന്നിട്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കാണുന്നത്. വലിയ വിഷമമുണ്ടാക്കിയെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പ്രദേശം കേന്ദ്രീകരിച്ച് തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ്. നിരവധി തെരുവുനായകൾ ഇത്തരത്തിൽ ഉണ്ടാകുന്നു. ജനങ്ങളടക്കം ഭീതിയോടുകൂടി നടക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സംഭവശേഷം മേലാങ്കോട് വാർഡ് കൗൺസിലർ ഈ സ്ഥലത്ത് BJPയുടെ മേലാങ്കോട് വാർഡ് കൗൺസിലർ സ്ഥലത്ത് എത്തി സ്ഥലം സന്ദർശിക്കുകയും ഉറപ്പ് നൽകുകയും ചെയ്തു. ഈ തെരുവുനായ നിർമ്മാർജ്ജനം നടത്തുന്നുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. തുടർന്ന് അത്തരത്തിൽ തന്നെ ഈ തെരുവുനായകളെ അവിടെ നിന്നും പ്രദേശത്ത് ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്തായാലും ഈ തലസ്ഥാനത്തെ ഈ തെരുവുനായ ആക്രമണത്തിനും അല്ലെങ്കിൽ ശല്യങ്ങൾക്കും ഒഴിവില്ല. മേയർ വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഉറപ്പ് നൽകിയതാണ്. അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരുവുനായയെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ ഷെൽട്ടർ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലുള്ള നിർമ്മാണങ്ങളടക്കം അതിന്റെ നടപടികളടക്കം ആരംഭിച്ചു കഴിഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ തിരുവനന്തപുരത്ത് തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ കാരക്കാമണ്ഡപത്തിന് സമീപത്ത് ഒരു വീട്ടിലാണ് തൊഴുത്തിൽ കെട്ടിയിരുന്ന തെരുവുനായയെ തൊഴിൽ കഴിയുന്ന പശുക്കുട്ടിയെ തെരുവുനായകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയും കടിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. നീലിമ.